വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ല. എന്തൊക്കെ നിന്ന അപമാനങ്ങളാണ് ദിവ്യകാരുണ്യ നാഥനോട് നാം ചെയ്തു കൂട്ടുന്നത്. മാർപ്പാപ്പയെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കട്ടെ. അപ്പോൾ പോയവർ തമ്മിൽ പാപ്പയുടെ മുമ്പിൽ നിന്ന് പാപ്പ പറയുന്നത് കേൾക്കാതെ കൊച്ചുവർത്താനം പറയോ? മൊബൈൽ നോക്കിയിരിക്കോ? ഇല്ലല്ലോ. മാർപ്പാപ്പയേക്കാൾ വലുതാണ് ക്രിസ്തു. സക്രാരിയിലെ ക്രിസ്തുവിന് ജീവനുണ്ടെന്ന് ഓർക്കാത്തതുകൊണ്ടല്ലേ പള്ളിയകത്ത് വെച്ച് സകല കച്ചറയും കാട്ടിക്കൂട്ടുന്നത്. ആരുമില്ലാത്തപ്പോൾ ക്രിസ്തു സക്രാരിയിലുണ്ടെന്ന ചിന്ത വേണം. അവൻ ഇനിയും ക്രൂശിക്കരുത്. ചിലയിടങ്ങളിൽ പെരുന്നാൾക്ക് കാണുന്ന അമ്പഭക്തിയാണ് കോമഡി. വർഷം മുഴുവൻ പിരിവ്, കുടുംബ കൂട്ടായ്മ, ചർച്ചകൾ, അതിനെപ്പറ്റി മാത്രം തർക്കങ്ങൾ, ഗ്രൂപ്പ് വഴക്ക്, അവസാനം അമ്പ് വരുമ്പോൾ മുമ്പിലും സിനിമാറ്റിക് ഡാൻസ്, ഉച്ചിരാസവം കഴിച്ചവരുടെ ഉത്സാഹത്തെ കുറിപ്പ് വേറെ. എന്നാൽ ജീവിക്കുന്ന ദൈവത്തെ വഹിച്ച് രോഗികൾക്ക് വിശുദ്ധ കുർബാന നൽകാൻ വൈദികൻ വീട്ടിൽ വന്നാലോ ഒരുക്കവുമില്ല. വാതിൽ പോലും തുറന്നു കാണില്ല. വീട്ടുകാർ മറ്റ് മണിത്തിരക്കിൽ, രോഗി ഒറ്റയ്ക്ക് കട്ടിലിൽ. അതിനേക്കാൾ ഭീകരം രോഗിക്ക് വിശുദ്ധ കുർബാന വേണ്ട, മറിച്ച് ഊട്ടുതിരുന്നാളുടെ പാഴ്സൽ ഫ്രീ ആയിട്ട് കിട്ടണം. എന്തൊരു ഭക്തിയാലേ ഇത്. പ്രിയരെ, അമ്പ് വേണ്ടെന്നല്ല, അമ്പിനേക്കാൾ പ്രാധാന്യം വിശുദ്ധ കുർബാനയ്ക്ക് നൽകേണ്ട. ഊട്ടിനേക്കാൾ പ്രധാനം ആത്മീയ വിരുന്നല്ലേ. ചില പരിചയം കൊണ്ട് നമ്മുടെ കർത്താവിന്റെ വില നമ്മളായിട്ട് കളഞ്ഞു കുളിക്കരുത്. നമ്മൾക്കൊപ്പം അവസാനം വരെ നിൽക്കാൻ ഈശോ മാത്രമേ ഉണ്ടാകൂ. ഇവിടെയായാലും അവിടെയായാലും അത് മറക്കണ്ട.